അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE അറബിക് ഗ്രാമറിന്റെ മറ്റൊരു ഭാഗമാണ്. മർഫുആത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്ത് വരുന്ന കാന വഅഖവാതുഹ എന്നൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാന വഅഖവാതുഹ എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണുന്നില്ല എങ്കിലും നമുക്കത് ഒരു പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയും ഗ്രാമർ എക്സ്പ്ലനേഷൻ ചെയ്യാനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് കാണാറുണ്ട്. കാന വഅഖവാതുഹ. അപ്പൊ അതിന്റെ 5 മാർക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു ഓർഡർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ഡെഫിനിഷൻ ഫസ്റ്റ് കൊടുക്കുന്നു, എന്താണ് കാന എന്നുള്ളത് കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, പിന്നെ ഇതിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്, പിന്നെ അതിന് പ്രധാനപ്പെട്ട കീ റോൾസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തത് ഇതിന്റെ സിസ്റ്റേഴ്സിനെ വ്യക്തമാക്കുക. അപ്പൊ ഇതിലൂടെ നമുക്ക് 5 മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പം എന്താണ് കാന വഅഖവാതുഹ എന്ന് പറയുന്ന സമയത്ത് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. ഫസ്റ്റ് മാർക്ക് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഡെഫിനിഷൻ ആണ്. ഏതൊരു സംഗതി ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി കൊടുത്താൽ നമുക്ക് അതിന്റെ 5 മാർക്ക് കിട്ടുമെന്നുള്ളതാണ്, 1 മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇതില് ഒന്നാമത്തത് ഡെഫിനിഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബിയിൽ തന്നെ വേണമെന്നില്ല, ബൈ ഹാർട്ട് ചെയ്തിട്ടും വേണമെന്നില്ല, നമുക്ക് മനസ്സിലായ രീതിയിൽ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എഴുതി കൊടുത്താൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. These are verbs that enter a nominal sentence and change the grammatical structure. അപ്പം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയിൽ ഒരു നോർമൽ സെന്റൻസിന് മുമ്പിൽ വരുന്ന ഒരു തരത്തിലുള്ള കുറച്ച് വേർബ്സുകളാണ് ആക്ച്വലി ഈ ഒരു കാന വഅഖവാതുഹ എന്നുള്ളതിന്റെ പ്രധാനമായിട്ട് ഒരു പ്രത്യേക ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും എന്താണ് സംഗതി എന്നുള്ളത്. പിന്നെ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാനൽ വലതു കാത്തിബൻ, ദ ബോയ് വാസ് എ റൈറ്റർ എന്നാണ്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഒന്നുകൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു പിന്നെ കാന വഅഖവാതുഹ ചോദിക്കുന്ന സമയത്ത് എഴുതുക എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാന വഅഖവാതുഹ. ഓക്കെ, കാനയും അതിന്റെ സിസ്റ്റേഴ്സും എന്നൊരു സംഗതി. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഡിഫൈൻ കൊടുക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് കാന വഅഖവാതുഹയില് ലൈസ എന്നൊരു വേർഡ് ഉണ്ട്. ഇത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിന്റെയും മീനിങ് അതെല്ലാം വരുന്നത് വാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാം. വാസ് എന്ന മീനിങ്ങിൽ വരുന്ന വേർഡാണ് എന്നുള്ളതും കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് എന്തായാലും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടി എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി കൊടുക്കുന്നു, കാന വെച്ചുള്ള സിമ്പിൾ എക്സാമ്പിൾ. ഇനി ഇതിന്റെ കോമ്പണൻസ് ആണ് അതിൽ നമുക്ക് വ്യക്തമാക്കേണ്ടത്. ഡിഫൈൻ ചെയ്തത് കാണിച്ചു, കോമ്പണൻസ് കൊടുക്കാം ആദ്യം. അപ്പൊ കോമ്പണൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് പറയേണ്ടത് നോമിനൽ സെന്റൻസ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. നോമിനൽ സെന്റൻസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറയണ്ടായി, ഇതിൽ പഠിച്ചിട്ടുണ്ട്. അൽ വലതു കാത്തിബൻ, 2 വേർഡുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. മുബ്തദ ഖബർ എന്ന്, ഫസ്റ്റ് വേർഡ് മുബ്തദായിരിക്കും. നോമിനൽ സെന്റൻസ് ആണത്. നോമിനൽ സെന്റൻസിന്റെ ഫസ്റ്റിൽ വേർഡ് എപ്പോഴും നൗൺ ആയിരിക്കും. സെക്കൻഡ് വേർഡ് ഖബർ എന്നാണ് പറയാം. ഓക്കെ, നോമിനൽ സെന്റൻസിൽ സെക്കൻഡ് വേർഡിന് ഖബർ എന്നാ പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് മുബ്തദയിൽ എപ്പോഴും അല്ലുണ്ടാവും. നെയിം ഓഫ് എ പേഴ്സൺ ഒന്നല്ല, മുഹമ്മദ് പോലെയുള്ള നെയിം ഓഫ് പേഴ്സൺ ഒന്നല്ലാത്ത ബാക്കി ഏത് നോൺസ് വന്നാലും നമുക്ക് അല്ലുണ്ടാവും മുബ്തദയിൽ. നോട്ട് ദ പോയിന്റ്. ഖബറിൽ എപ്പോഴും തൻവീൻ വേണം എന്നുള്ളതാണ്. ഈ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈ മുബ്തദയും ഖബറും എഴുതുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കും. മുബ്തദയും ഖബറും ആയിരുന്നു നേരത്തെ. അപ്പം ഇതായിരുന്നു ഉദാഹരണം, എക്സാമ്പിൾ. കാനൽ വലതു കാത്തിബൻ, ഇതൊരു എക്സാമ്പിൾ ആയിരുന്നു അല്ലെ. സോറി. അൽ വലതു കാത്തിബൻ, ഇതായിരുന്നു എക്സാമ്പിൾ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പിൽ കാന വരികയാണ്. അപ്പൊ ഈ കാന വരിക എവിടെ വെച്ചാല് നോമിനൽ സെന്റൻസ് ആയ സെന്റൻസിന്റെ ഫ്രണ്ടിലാണ് കാനയുടെ പിന്നെ സിസ്റ്റേഴ്സ് വരിക. അപ്പൊ നമുക്ക് കാനയെ കൊടുക്കാം. ഓക്കെ,
കാന കൊടുക്കാം. അപ്പൊ എന്ത് ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, കാനൽ വലതു എന്തെങ്കിലും ചേഞ്ച് ചെയ്തോ? നേരത്തെ മുബ്തദയായിരുന്ന വേർഡിന് ഇവിടെ എന്തെങ്കിലും കാന വന്നപ്പോ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചോ? ഇല്ല, സംഭവിച്ചിട്ടില്ല. അലമ്മ് റഫ് അവിടെ തന്നെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്തത് കാ നോക്കിയോ, ഖബർ നോക്കിയോ. ഖബറിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഖബറിന് എന്ത് സംഭവിച്ചു? മാറി. ഇവിടെ ലമ്മായിരുന്നു അല്ലെ, റഫ് ആയിരുന്നു. ആ റഫ് ഇവിടെ എന്തായിട്ടുണ്ട്? ഫതഹ് ആയിട്ടുണ്ട്, നസ്ബ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? കാനൽ വലതു കാത്തിബൻ എന്നായി മാറി. നേരത്തെ മുബത്തതയും ഖബറുമായിരുന്ന സംഗതികള് കാന വരുമ്പോ അതിന്റെ പൊസിഷൻസ്, ഗ്രാമാറ്റിക്കൽ പൊസിഷൻസ് മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോണത്. ഓക്കെ, കാന വരുമ്പോ അതിന്റെ പേരെന്തായി മാറി? മുബ്തദ എന്നുള്ളത് നേരത്തെ മുബ്തദയായിരുന്നു, ഇപ്പൊ എന്തായി മാറി? ഇസ്മു ഖാന എന്നായി മാറി. ഓക്കെ, ഇസ്മു ഖാന എന്നായി മാറി. ഖബറിന്റെ പേരെന്താ? ഇത് ഖബറായിരുന്നു നേരത്തെ. ഖാത്തിബൻ എന്നത് ഖബറായിരുന്നു. ഖാന വന്നപ്പോ ഇതിന്റെ പേരെന്തായി മാറി? ഖബറു ഖാന എന്നായി മാറും. ക്ലിയർ അല്ലേ? ഇസ്മു ഖാന, ഖബറു ഖാന. ക്ലിയർ ആണല്ലോ? ഇതാണ് ഖാന വന്നപ്പോ അതിന്റെ കോമ്പണൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് രണ്ടെണ്ണാണ്. കോമ്പണൻസ് എന്ന് കൊടുക്കുക, സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക കോമ്പണൻസ്, എന്നിട്ട് താഴെ കൊടുക്കുക ഇസ്മുഖാന. ഒന്ന് ഇസ്മുഖാന. ഇസ്മുഖാനയുടെ ലാസ്റ്റ് ഹർക്കത്ത് എപ്പോഴും എന്തായിരിക്കും? ഇസ്മുഖാന ഓൾവേസ് റഫ് ആയിരിക്കും. ഓക്കെ, രണ്ട് ഖബറുഖാനയാണ്. കോമ്പണൻസ് എന്ന് പറയുന്നതിൽ സെക്കൻഡ് എടുക്കുന്നത് ഖബറുഖാനയാണ്. ഖബറുഖാനയുടെ ഇറാബ് ലാസ്റ്റ് ഹർക്കത്ത് എപ്പോഴും എന്തായിരിക്കും? ഫത്ഹാണ്, നസ്ബാണ്. ഓക്കെ, ഇതാണ് രണ്ട് കോമ്പണൻസ്. ആ കോമ്പണൻസ് നമ്മളിവിടെ അതിന്റെ റൂൾസ് എഴുതി കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സിമ്പിൾ എക്സാമ്പിൾ എഴുതുന്നു. സിമ്പിൾ എക്സാമ്പിൾ എഴുതിയിട്ട് അതിന്റെ ഒരു കോമ്പണൻസ് വ്യക്തമാക്കുക. അപ്പൊ അതിന് അൽ ബൈത്തു കബീർ എന്നാണ്ടായിരുന്നു. അൽ ബൈത്തു കബീർ, വീട് വലുതാണ് എന്നൊരു സെന്റൻസ്, നോർമൽ സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ അതിന് മുമ്പിൽ എന്താക്കണം? ഖാന കൊടുക്കുന്നു. ഖാനൽ ബൈത്തു, നോ ചേഞ്ച്, കബീറൻ. ഓക്കെ, വീട് വലുതായിരുന്നു എന്നർത്ഥം. അപ്പൊ ഇതില് ഖാന കൊടുക്കാം, ഇത് ഇസ്മു ഖാന എന്ന് കൊടുക്കാം കോമ്പണന്റ്. കബീർ എന്നുള്ളതിന് ഖബറു ഖാന എന്നും കൊടുക്കാം. അപ്പൊ നമ്മൾ എക്സാമ്പിളിനെ അല്ലെ കോമ്പണൻസിനെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് കിട്ടി. പക്ഷെ ഈ ഇസ്മുഖാനയുടെ ഖാനയുടെ സിസ്റ്റേഴ്സിന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഏതൊക്കെയാണ് സിസ്റ്റേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവസാനം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റേഴ്സ് ഓഫ് ഖാന ഏതൊക്കെയാണ്? ഖാനയുടെ സിസ്റ്റേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറെ ഉണ്ട് വേർഡ്സുകൾ. അതില് ഖാനയുടെ പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ ആത്ത എന്നുള്ളതുണ്ട്, പിന്നെ സ്വാറ ഉണ്ട്, പിന്നെ അംസ ഉണ്ട്, അലുഹ ഉണ്ട്, അസ്ബഹ ഉണ്ട്. അങ്ങനെ കുറെ പോയിട്ട് പിന്നെ മാവല്ലുണ്ട്, ദ്വല്ലുണ്ട്, മാബരിഹ ഉണ്ട്. അങ്ങനെ കുറെ വീടുകളുണ്ട്. അപ്പൊ ഇതില് വേറെ വീടുണ്ട് ലൈസ എന്നുള്ളത്. ഈ ലൈസ എന്നതിന്റെ മീനിങ് മാത്രമാണ് നോട്ട് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ വാസ് എന്ന മീനിങ്ങിലാണ്. ബാത്ത മീൻസ് രാത്രിയിൽ ആയിരുന്നു എന്നർത്ഥത്തില്. അംസ മീൻസ് മസാവ് വൈകിട്ടല്ലേ, വൈകിട്ട് ആയിരുന്നു എന്നർത്ഥം. അലുഹ മീൻസ് ലുഹാ സമയത്ത് ആയിരുന്നു. അസ്ബഹ മീൻസ് സുബിഹി സമയത്തായിരുന്നു. എന്നൊക്കെ വാസ് എന്ന മീനിങ്ങിൽ തന്നെ വരാറുള്ളത്. പക്ഷെ ലൈസയുടെ മീനിങ് എന്താന്ന് വെച്ചാല് നോട്ട് എന്ന മീനിങ് ആണ്. ഉദാഹരണത്തിന് അൽ വലതു കാത്തിബൻ, ഇതാണ് എന്തിന്റെ മീനിങ്? ഒരു നോർമൽ സാധാ സെന്റൻസ് അല്ലെ. ദ സ്റ്റുഡന്റ് ഈസ് എ റൈറ്റർ. സ്റ്റുഡന്റ് ഈസ് എ റൈറ്റർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ലൈസ വെച്ചുള്ള എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് ബോർഡ് എക്സാമ്പിൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ലൈസ വെച്ചൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ലൈസ ഫംഗ്ഷൻ ഒക്കെ സെയിം തന്നെ കേട്ടോ. ലൈസൽ വലതു കാത്തിബൻ. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ കോമ്പണൻസ് എങ്ങനെ കൊടുക്കുക? ഇസ്മുഖാന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് മീനിങ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് കോമ്പണൻസ് കൊടുക്കേണ്ടത് ഇസ്മു ലൈസ എന്ന് വരിക.
ഏതാണോ ഫ്രണ്ടിലെ വേർഡ് ആ വേർഡ് ചേർത്ത് കൊടുക്കുക. ഇസ്മു ലൈസ. കാത്തിബ് എന്നുള്ളത് ഖബറു ലൈസ എന്നും പറയും. ഓക്കെ, ഇതാണ് അതിന്റെ കോമ്പണൻസ് ഇങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് അതിന്റെ മീനിങ്ങിലേക്ക് പോവാം. മീനിങ് എങ്ങനെ വരും എന്നുള്ളതാണ്. ദ സ്റ്റുഡന്റ് ഈസ്, സ്റ്റുഡന്റ് അല്ല ബോയ് ആണല്ലോ അല്ലെ. ദ ബോയ് ഈസ്, the boy is not a writer. The boy is not a writer. ഈ ഒരു മീനിങ്ങിൽ അത് വരും. ഓക്കെ, ഞാൻ അത് ഇവിടെ മാറ്റിനകത്ത് സ്റ്റുഡന്റ് കൊടുത്തു അല്ലെ. ദ ബോയ് എന്നാക്കിയിട്ടുണ്ട്. ദ ബോയ് ഈസ് എ റൈറ്റർ. ദ ബോയ് ഈസ് നോട്ട് എ റൈറ്റർ. അപ്പൊ നോട്ട് എന്ന മീനിങ്ങിൽ വരുന്ന ഒരു മീനിങ്ങിലാണ് ലൈസ് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, പ്രസന്റ് മീനിങ്ങിൽ തന്നെയാണ്, പാസ്റ്റ് മീനിങ് അല്ല. ഈസ് നോട്ട് ആണ്, ആ ഒരു മീനിങ് തന്നെയാണ് വരിക. അപ്പൊ ഇതാണ് കാന ആൻഡ് ഇറ്റ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രാമർ പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി, ഒരു സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, ഇപ്പം ഇതിൽ കാണുന്ന പോലെ കണ്ടില്ലേ, ഫസ്റ്റ് നമ്മൾ എന്താണ് ഇതിന്റെ കാന എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്ത് എഴുതാം, ഒരു എക്സാമ്പിൾ എഴുതുന്നു. പിന്നെ കോമ്പണൻസ് ആണ്, മത്ത് മുബ്തദയായിരുന്നു, ഇപ്പൊ ഇസ്മുഖാനായി ഖബറുഖാനായി മാറി. പിന്നെ കീ റൂൾസ് ആയിട്ട് കൊടുക്കാം. ഇസ്മുഖാന മർഫു ആയിരിക്കും, എപ്പോഴും റമ്മായിരിക്കും. ഖബറുഖാന അത് എപ്പോഴും നസ്ബായിരിക്കും. മൻസൂബ് മീൻസ് ഫി ഹാലത്തിൻ നസ്ബാണ്, സോറി നസ്ബാണ്, ഫതഹാണ്. പിന്നെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഈ വേർഡുകളും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇസ്മു ഖാന വഹ്വാദ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ 5 മാർക്കിന്റെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ, ഒരു ഓർഡർ ആയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.